അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അങ്ങനെ സിംപ്ലിഫിക്കേഷൻ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തായിരുന്നു. ഇന്നിപ്പം അതിൻ്റെ ബാക്കി വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വളരെ സിമ്പിളാണ്. Z = A + IB. ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിന്റെ മോഡുലസ് ഓഫ് Z ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ എഴുതുന്നത് മോഡ് Z എന്നാണ്. മോഡുലസ് ഓഫ് Z ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കുന്ന ഇത്രയേ ഉള്ളൂ, √A² + B². റിയൽ പാർട്ട് A അതിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. റിയൽ പാർട്ടിന്റെ സ്ക്വയറും ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. √A² + B². ഇതാണ് മോഡുലസ്. ഇത്രയേ ഉള്ളൂ മോഡുലസ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്കോർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുത്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. Z = 5 - 3i ആണെങ്കിൽ മോഡുലസ് Z എന്ന് പറയുന്നത് √5ന്റെ സ്ക്വയർ പ്ലസ് -3യുടെ സ്ക്വയർ. മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മൈനസ് ഇട്ട് നമ്മുടെ ബ്രാക്കറ്റിൽ വേണ്ടേ. അപ്പം നമുക്ക് 5ന്റെ സ്ക്വയർ 25 പ്ലസ് -3യുടെ സ്ക്വയർ 9. ഒരിക്കലും ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നേക്കരുത്. സ്കോർ ചെയ്യുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വന്നേക്കരുത്. നെഗറ്റീവിൻ്റെ സ്കോർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. 25 9 34. ഇതാണ് അതിൻ്റെ മോഡുലസ്. ഏത് വേണമെങ്കിലും കാണാം. Z = -3 - 2i ആണെങ്കിൽ മോഡ് Z എന്ന് പറയുന്നത് ആദ്യം -3യുടെ സ്ക്വയർ, -3 ഫുൾ എടുക്കുക അതിൻ്റെ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത് -3 - 2 പ്ലസ് -2ന്റെ സ്ക്വയർ. -3യുടെ സ്ക്വയർ 9 പ്ലസ് 4 √13 വരും. ഇനി Z = 5i ആണെങ്കിൽ ഇവിടെ മോഡുലസ് Z എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി മാത്രമേ ഉള്ളൂ. അപ്പോൾ 5ന്റെ സ്ക്വയർ √5ന്റെ സ്ക്വയർ √25. അപ്പോൾ 5 വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ മോഡുലസ്. 5i വന്നാൽ 5 ആണ് മോഡുലസ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് എടുക്കുള്ളൂ. മോഡുലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പറാണ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇനി ഗ്രാഫിൽ അടയാളപ്പെടുത്തും. അതായത് ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ്. മോഡുലസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിസ്റ്റൻസ് ആണല്ലോ. ഒറിജിൻ 0യിൽ നിന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ്. അതെപ്പോഴും പോസിറ്റീവേ വരൂ. ഇത്രയേ ഉള്ളൂ മോഡുലസ്. കണ്ടുപിടിക്കാണ്ട് A + IB ആണ് √A² + B². ഈ മോഡുലസിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പ്രൂഫ് ഒന്നും വേണ്ട. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് രണ്ട് പ്രോപ്പർട്ടി ഉള്ളൂ. Z1 × Z2. പ്രോഡക്റ്റിന്റെ മോഡുലസ് കാണുന്നതിന് പകരം സെപ്പറേറ്റ് മോഡുലസ് കാണാം. Z1ന്റെ മോഡുലസും Z2ന്റെ മോഡുലസും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് മോഡുലസ് കാണുന്നതിന് പകരം ഓരോന്നിന്റെ മോഡുലസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. പ്രോഡക്റ്റിന് കുഴപ്പമില്ല, ഡിവിഷനും കുഴപ്പമില്ല. Z1/Z2ന്റെ മോഡുലസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. മോഡുലസ് Z1 കാണുക ബൈ മോഡുലസ് Z2 കാണുക. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഡിനോമിനേറ്റർ 0 ആവരുത്. മോഡുലസ് Z2 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ മോഡുലസ് Z2 അല്ലേ, നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ബൈ 0 നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് ഇത് 0 വരരുത്. അപ്പോൾ നമുക്ക് ഡിവിഷന്റെ മോഡുലസ് കാണുന്നതിന് പകരം സെപ്പറേറ്റ് മോഡുലസ് കണ്ടിട്ട് ഡിവിഷൻ എടുത്താലും മതി. അഡീഷനും സബ്ട്രാക്ഷനും പറ്റത്തില്ല കേട്ടോ. മോഡുലസ് ഓഫ് Z1 + Z2നെ മോഡ് Z1 + മോഡ് Z2 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ഈ പ്രോപ്പർട്ടി ഉള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും ഇല്ല. ഇതാണ് മോഡുലസ്. കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോൺജുഗേറ്റ് അതും വളരെ എളുപ്പമാണ്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇത്രയേ ഉള്ളൂ. Z = A + IB. ഇതിന്റെ കോൺജുഗേറ്റിനെ Z ബാർ എന്നാണ് ഡിനോട്ട് ചെയ്തത്. കോൺജുഗേറ്റ് ഓഫ് Zനെ Z ബാർ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അത് എഴുതാൻ വളരെ എളുപ്പമാണ്. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയാൽ മതി. ഇമാജിനറി പാർട്ട് +IB ആണെങ്കിൽ കോൺജുഗേറ്റ് -IB വരും. ഇമാജിനറി പാർട്ട് -IB ആണെങ്കിൽ കോൺജുഗേറ്റ് +IB വരും. റിയൽ പാർട്ട് നോ ചേഞ്ച്. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്ക് ഒരു മാറ്റവും ഇല്ല. A അങ്ങനെ തന്നെ +IB മാറി -IB വരും. ഇതാണ് അതിന്റെ കോൺജുഗേറ്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ Z = 5 - 3i ആണെങ്കിൽ Z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 5 + 3i വരും. Z = -2i - 3 ആണെങ്കിൽ തെറ്റിക്കാനായിട്ട് നിങ്ങൾ വരാം. Z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈൻ എല്ലാം മാറ്റേണ്ട. I ഉള്ളതിന്റെ സൈനാണ്. I എന്ന് പറഞ്ഞാൽ -2i. അതിന്റെ സൈൻ മാറ്റുക +2i - 3. റിയൽ പാർട്ട് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ റിയൽ പാർട്ട് ആദ്യം എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഇമാജിനറി പാർട്ട് ആദ്യം എഴുതണേ. അതിന്റെ വേണം സൈൻ മാറ്റാൻ. അപ്പോൾ -2i വരുമ്പോൾ +2i ആക്കാം.
-3 -3. ഇനി z ഈക്വൽ ടു 5y ആണെങ്കിൽ z കോൺജുഗേറ്റ് ഐയുടെ സൈൻ മാറ്റിയാൽ മതി. 5yയുടെ സൈൻ മാറ്റിയാൽ -5y. ഈ z ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ z ബാർ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 റിയലാ, ഇമാജിനറി ഇല്ലാത്തില്ല, 0യാ. അപ്പൊ നമ്മൾ z കോൺജുഗേറ്റ് 2 റിയൽ നമ്പർ വന്നാൽ അതിന്റെ കോൺജുഗേറ്റും അത് തന്നെയാണ്. ഇമാജിനറിയുടെ മാത്രമേ സൈൻ മാറ്റാവുള്ളൂ, ഇമാജിനറിയുടെ സൈൻ മാറ്റുക, റിയലിനെ നോ ചേഞ്ച്. ശ്രദ്ധിച്ചോ, ഇത്രയേ ഉള്ളൂ കോൺജുഗേറ്റ്. കോൺജുഗേറ്റിന് ഇത്രയേ ഉള്ളൂ. ഇനി കോൺജുഗേറ്റിന് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ എല്ലാം കോൺജുഗേറ്റിനുണ്ട് പ്രോപ്പർട്ടി. കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് z1 പ്ലസ് z2 ആഡ് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നത് പറയുന്നതും സെപ്പറേറ്റ് കോൺജുഗേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് സെയിം ആണ്. കോൺജുഗേറ്റിന്റെ അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നു എന്നിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നു. അതിന് പകരം സെപ്പറേറ്റ് കോൺജുഗേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യാം, സെപ്പറേറ്റ് കോൺജുഗേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യാം. മൈനസിനും ഉണ്ട്, z1 മൈനസ് z2 എടുത്തിട്ട് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് z1ന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് z2ന്റെ കോൺജുഗേറ്റ് എടുക്കുന്നതും സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷൻ z1 ഇൻറ്റു z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. z1 ബൈ z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നതും z1 കോൺജുഗേറ്റ് ബൈ z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, z2 ഒരു കാരണവശാലും 0 ആവും, z2 0 ആവാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടെ, z1 ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നു, ഒന്നും കൂടെ കോൺജുഗേറ്റ് എടുക്കുന്നു. 2 തവണ കോൺജുഗേറ്റ് എടുത്താൽ, അതായത് z a പ്ലസ് ib ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം a മൈനസ് ib ആ. ഈ z കോൺജുഗേറ്റിന് ഒന്നുകൂടെ കോൺജുഗേറ്റ് എടുക്കുന്നു. a മൈനസ് ഐബിയുടെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ a പ്ലസ് ib വരും. കണ്ടോ, ഇത് രണ്ടും സെയിം അല്ലേ. 2 തവണ കോൺജുഗേറ്റ് എടുത്താൽ ഒറിജിനൽ z തന്നെ വരും. z-ന്റെ കോൺജുഗേറ്റ് എടുത്ത് ഒന്നുകൂടെ കോൺജുഗേറ്റ് എടുക്കും, അപ്പോൾ ഒറിജിനൽ z തന്നെ വരും. ഇത്രയും പ്രോപ്പർട്ടീസ് കോൺജുഗേറ്റിനുണ്ട്. എളുപ്പമുള്ള കാര്യങ്ങളാണ്, ഒന്ന് ഓർത്ത് വെക്കുക. കോൺജുഗേറ്റിന് അഡീഷൻ, സബ്ട്രാക്ഷൻ, പ്രോഡക്റ്റ്, ഡിവിഷൻ എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ട്. പക്ഷേ മോഡുലസിന് പ്രോഡക്റ്റും ഡിവിഷനും മാത്രമേ ഉള്ളൂ, അത് ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ. ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിവിഷൻ. അപ്പം ഡിവിഷൻ എന്ന് പറയുമ്പോൾ z1 ഈക്വൽ ടു a പ്ലസ് ib, z2 ഈക്വൽ ടു c പ്ലസ് id. നമ്മൾ z1നെ z2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാം. z1 ബൈ z2 കാണാൻ പറഞ്ഞ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡിനോമിനേറ്റർ. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ z1 ആണ്, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ z2 ആണ്. ഈ ഡിനോമിനേറ്റർ ആയ z2ന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് വെച്ച് മേളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ വ്യത്യാസമില്ല, ഒരേ സംഗതി രണ്ടിടത്തും ചെയ്താൽ മതി. z1 എന്ന് പറഞ്ഞാൽ a പ്ലസ് ib അല്ലേ, ബൈ z2 എന്ന് പറഞ്ഞാൽ c പ്ലസ് id. ഈ c പ്ലസ് ഐഡിയുടെ കോൺജുഗേറ്റ്, z2ന്റെ കോൺജുഗേറ്റ് c പ്ലസ് ഐഡിയുടെ കോൺജുഗേറ്റ് ഏതാണ്, c മൈനസ് id. അപ്പൊ a പ്ലസ് ib ഇൻറ്റു c പ്ലസ് ഐഡിയുടെ a പ്ലസ് ib ബൈ c പ്ലസ് id അല്ലേ. ഇവിടെ നമ്മൾ c പ്ലസ് ഐഡിയുടെ കോൺജുഗേറ്റ് ആയ c മൈനസ് id വെച്ച് മേളിലും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് വെട്ടിപ്പോയാൽ പഴയ ആൻസർ വരും, വാല്യൂ ചേഞ്ച് ഇല്ല. ശ്രദ്ധിക്കണം, ഡിനോമിനേറ്റർ ആയ c പ്ലസ് ഐഡിയുടെ കോൺജുഗേറ്റ് വെച്ച് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് എക്സ്പാൻഡ് ചെയ്യാം, മേളിലും പ്രോഡക്റ്റ് താഴെ പ്രോഡക്റ്റ്, താഴെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി പോകുന്നത്. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. അപ്പം ഡിനോമിനേറ്ററിൽ i വരികയില്ല. ഡിനോമിനേറ്ററിലെ i ഒഴിവാക്കാനാണ് നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഡിവിഷൻ്റെ പ്രൊസീജിയർ അതാണ്. സാധാരണ ഡിവിഷൻ എഴുതുക, എന്നിട്ട് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിവിഷൻ ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനിയാണ് നമ്മൾ ഓർണം പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ലേ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. z ഈക്വൽ ടു a പ്ലസ് ib, z ഈക്വൽ ടു a പ്ലസ് ഐബിയുടെ ഇൻവേഴ്സ്, z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആണെന്ന് പറഞ്ഞില്ലേ. 1/z നമ്മളിവിടെ അതിനകത്ത് എഴുതിയായിരുന്നു a ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് i ഇൻറ്റു b ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതിയില്ലേ. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത് നോക്കാം. 1/z 1/a പ്ലസ് ib അല്ലേ. ഇപ്പൊ നോക്കി ഡിവിഷനാണ് വന്നേക്കുന്നത്. ഡിവിഷൻ വന്നാൽ ഒന്നും ആലോചിക്കേണ്ട, ഡിനോമിനേറ്റർ ആയ a പ്ലസ് ഐബിയുടെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പം 1 ഇൻറ്റു എ മൈനസ് ഐ ബി ബൈ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. ഡിനോമിനേറ്ററിന്റെ എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് ആയ എ മൈനസ് ഐ ബി വെച്ച് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ മൈനസ് ഐ ബി വരും. ഡിനോമിനേറ്റർ നോക്കാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം വരുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരുമ്പോൾ ഐ ബി ഉണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ സ്ഥാനത്ത് ഐ ബി ആണ്. ഐ ബിയുടെ സ്ക്വയർ ഐ ബി ഹോൾ സ്ക്വയർ. That is equal to a minus ib by a square minus രണ്ടിന്റെ സ്ക്വയർ എടുക്കാം. ഐയുടെ സ്ക്വയർ ഇൻറ്റു ബിയുടെ സ്ക്വയർ. ഐയുടെ സ്ക്വയർ അറിയാമല്ലോ, -1 അല്ലേ? അപ്പൊ a മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ മൈനസ് -1 ഇൻറ്റു ബി സ്ക്വയർ. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിക്കോളും. അങ്ങനെ നമുക്ക് a മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ന്യൂമറേറ്റർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പൊ a ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് നമ്മളന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് അവിടെ എഴുതിയില്ലായിരുന്നു. അത് ഇങ്ങനെ കിട്ടുന്നത്. ഇത് എ ബിയും വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. നമ്പർ വരുമ്പോൾ എളുപ്പമാണ്. ഇങ്ങനെയാണ് ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ടിടത്തും പ്രോഡക്റ്റ് വരും. അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അതുപോലെ ഇൻവേഴ്സ് 1/z ഡിവിഷനാണ്. ഡിവിഷൻ വരുമ്പോൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിനകത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇൻവേഴ്സ് കാണാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് z equal to √5 plus 3a. √5 plus 3a ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇൻവേഴ്സ് ആണ്. z equal to √5 plus 3a. z ഇൻവേഴ്സ്. z ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1/z ആണല്ലോ. z ഇൻവേഴ്സ് ഇൻവേഴ്സ് 1/z ആണ്. എന്ന് വെച്ചാൽ 1/√5 plus 3a. ഡിവിഷൻ ആണ് വന്നിരിക്കുന്നത്. ബൈ √5 plus 3a ഇല്ലേ? ഡിനോമിനേറ്റർ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ √5 plus 3a ഇല്ലേ? അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ √5 minus 3a. രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു √5 minus 3a ഡിവൈഡഡ് ബൈ √5 plus 3a ഇൻറ്റു √5 minus 3a മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു മേളിൽ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ √5 minus 3a. ഡിനോമിനേറ്ററിൽ a plus b into a minus b. a plus b into a minus b വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ a സ്ക്വയർ മൈനസ് b സ്ക്വയർ അതവിടെ കൊടുക്കുന്നു. √5 plus 3a into √5 minus 3a ഡിനോമിനേറ്ററിൽ അങ്ങനെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ √5ന്റെ സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ 3a സ്ക്വയർ. ഞാൻ സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് √5 minus 3a ഡിവൈഡഡ് ബൈ √5ന്റെ സ്ക്വയർ 5 മൈനസ് 3യുടെയും ഐയുടെയും സ്ക്വയർ എടുക്കാം. 3യുടെ സ്ക്വയർ 9 ഇൻറ്റു ഐ സ്ക്വയർ 9 ഇൻറ്റു ഐ സ്ക്വയർ വരും. അതായത് √5 minus 3i ഡിവൈഡഡ് ബൈ 5 മൈനസ് 9 ഇൻറ്റു ഐയുടെ സ്ക്വയർ -1 ഉണ്ടോ? ഈ -9 ഇൻറ്റു -1 പ്ലസ് വരും. √5 minus 3i by 5 plus 9 വരും. 5 plus 9 എന്ന് പറഞ്ഞാൽ 14. √5 minus 3i by 14 വരും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് √5 by 14 minus 3i by 14 വരും. ഇതാണ് ഇതിന്റെ ഇൻവേഴ്സ്. a plus i b ഫോമിൽ എഴുതിയ റിയൽ പാർട്ട് √5 by 14ഉം ഇമാജിനറി പാർട്ട് -3 by 14ഉം അങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. z ഇൻവേഴ്സ് 1/z എന്ന് എഴുതി 1/√5 plus 3a എന്ന് എഴുതി. ഡിവിഷൻ വന്നാൽ ഒന്നും ആലോചിക്കേണ്ട. ഡിനോമിനേറ്റർ ആയ √5 plus 3aയുടെ കോൺജുഗേറ്റ് ആയ √5 minus 3a വെച്ച് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നേ ഉള്ളൂ. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. താഴെ എപ്പോഴും a സ്ക്വയർ മൈനസ് b സ്ക്വയറേ വരുള്ളൂ. അത് വെച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഇൻവേഴ്സ് ഇത് കണ്ടുപിടിക്കുന്നത്. ഡിനോമിനേറ്ററിൽ നിന്ന് i കളയുക. താഴെയുള്ള ഈ √5 plus 3a ഈ i കളയുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് a plus b വരുമ്പോൾ a minus b വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. a minus b വന്നാൽ a plus b വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. z equal to 4 minus 3a ഇൻവേഴ്സ് കാണാനാ. അപ്പോൾ z ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും
1 by z 4 minus 3i വരും 1 by 4 minus 3i ഡിവിഷൻ വന്നു ഡിവിഷൻ വന്നാൽ 4 minus 3i യുടെ കോൺജുഗേറ്റ് ആയ 4 plus 3i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ 1 into 4 plus 3i by 4 minus 3i into 4 plus 3i വരും that is equal to 4 plus 3i by a plus b into a minus b അല്ലേ a square 4 square minus 3i whole square കണ്ടോ 4 plus 3i by 4 square ആണ് 16 minus 3 യുടെ സ്ക്വയർ 9 i യുടെ സ്ക്വയർ മൈനസ് 1 9 into minus 1 16 plus 9 അപ്പോൾ 4 plus 3i by 16 plus 9 25 മൈനസ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ മതി 16 plus 9 അപ്പോൾ 4 plus 3i by 25 തിരിച്ചെഴുതിയാൽ 4 by 25 plus 3i by 25 റിയൽ പാർട്ട് 4 by 25 ഇമാജിനറി പാർട്ട് 3 by 25 എളുപ്പമല്ലേ ഇനി സപ്പോസ് z equal to മൈനസ് i വന്നു അപ്പോൾ z ഇൻവേഴ്സ് 1 by z 1 by minus i മൈനസ് ഐയുടെ കോൺജുഗേറ്റ് ഇനി i മാത്രമേ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഒത്തിരി ആലോചിക്കേണ്ട താഴെ നിന്ന് i പോയാൽ പോരെ i വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ചുമ്മാ i വെച്ച് താഴെ ഒരു i വന്നാൽ i സ്കോർ വരും i പൊക്കോളും താഴത്തെ i കളഞ്ഞാൽ മതി നമുക്ക് അപ്പോൾ 1 into i by minus i into i അല്ലെങ്കിൽ മൈനസ് ഐയുടെ കോൺജുഗേറ്റ് പ്ലസ് i ആണല്ലോ 1 into i by minus i യുടെ സ്ക്വയർ i by minus 1 വരും i സ്ക്വയർ മൈനസ് 1 അല്ലേ അപ്പം i by 1 സിക്കൽ ടു i വേണേ a plus i b ആക്കാനുണ്ട് 0 plus 1 i എഴുതാം i നമുക്ക് റിയൽ പാർട്ട് 0 ഇമാജിനറി പാർട്ട് i അല്ലേ 1 into i റിയൽ പാർട്ട് 0 യും ഇമാജിനറി പാർട്ട് 1 ഉം വരും ഇനി 3 plus i root 5 into 3 minus i root 5 divided by root 3 plus root 2i minus root 3 minus root 2i ഇത് a plus ib ഫോമിൽ എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ a plus ib ഫോമിലേക്ക് മാറ്റണം a plus ib ഫോമിലാക്കണമെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഉണ്ടെങ്കിലും കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ആദ്യം സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്യുക ഇവിടെ തന്നെ z സപ്പോസ് ഇത് z എന്ന് നമുക്ക് എടുക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിടത്തും സിംപ്ലിഫൈ ചെയ്യാം മേലെ നോക്കാം മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് 3 plus i root 5 3 minus i root 5 മൾട്ടിപ്ലൈ ചെയ്യാനാണ് മൾട്ടിപ്ലൈ ചെയ്യാം അത് എളുപ്പമുണ്ട് a plus b into a minus b ഫോമിലല്ലേ കിടക്കുന്നത് a plus b into a minus b ഫോമിൽ അല്ലെങ്കിൽ സാധാരണ പോലെ 3 into നമ്മൾ നേരത്തെ എഴുതിയത് 3 into 3 minus i root 5 plus i root 5 into അങ്ങനെ എഴുതി ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ലായിരുന്നു അതുപോലെ ചെയ്താൽ മതി ഇവിടെ പക്ഷേ a plus b into a minus b ഫോം ആയതുകൊണ്ട് എളുപ്പമുണ്ട് നമുക്ക് അപ്പോൾ a square 3 square minus i root 5 ന്റെ സ്ക്വയർ a square minus b square അല്ലേ i root 5 whole square a plus b into a minus b ആയതുകൊണ്ട് a square minus b square എഴുതാം അല്ലെങ്കിൽ മറ്റേ രീതിയിൽ വിശാലമായിട്ട് എക്സ്പ്രസ് ചെയ്ത് എഴുതണം എക്സ്പാൻഡ് ചെയ്ത് എഴുതണം ഡിനോമിനേറ്റർ നോക്കുക ഡിനോമിനേറ്ററിൽ ഇവിടെ സബ്ട്രാക്ഷൻ നോക്കുക ഒരു കോംപ്ലക്സ് നമ്പർ മൈനസ് ഇതാ നമുക്ക് ഞാൻ ചെയ്യാം മൈനസ് ബ്രാക്കറ്റ് മാറ്റിയാൽ പോരെ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റ് മാറ്റുക ആദ്യത്തേത് ബ്രാക്കറ്റ് മാറ്റാൻ ചുമ്മാ എഴുതിയാൽ മതി റൂട്ട് 3 പ്ലസ് റൂട്ട് 2i അടുത്തത് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ബ്രാക്കറ്റ് മാറ്റണ്ടേ മൈനസ് റൂട്ട് 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും i ഇൻറ്റു റൂട്ട് 2 നമുക്ക് റൂട്ട് 2 i രണ്ടാമത് എഴുതിയാലും മതി കുഴപ്പമൊന്നുമില്ല ഇവിടെ പ്ലസ് റൂട്ട് 3 ഇത് മൈനസ് റൂട്ട് 3 വെട്ടിപ്പൊക്കോളൂ 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 മൈനസ് ഐയുടെ സ്ക്വയർ i സ്ക്വയർ റൂട്ട് 5 ന്റെ സ്ക്വയർ 5 i സ്ക്വയർ ഇൻറ്റു 5 വരും ബൈ റൂട്ട് 2i യും റൂട്ട് 2i യും കൂടെ ആഡ് ചെയ്യുക റൂട്ട് 2i പ്ലസ് റൂട്ട് 2i ആണ് റൂട്ട് 2i പ്ലസ് റൂട്ട് 2i എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് ഇവിടെ ഒരു റൂട്ട് 2i യും ഇവിടെ ഒരു റൂട്ട് 2i യും രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 റൂട്ട് 2i വരും 2 റൂട്ട് 2i ഇനി that is equal to 9 minus 1 into 5 i square minus 1 അല്ലേ by 2 root 2i വരും
മൈനസ് മൈനസ് വരും പ്ലസ് വരും 9 പ്ലസ് 5 ബൈ 2 റൂട്ട് 2 ഐ വരും. 9 പ്ലസ് 5 14 ബൈ 2 റൂട്ട് 2 ഐ വരും. 14ഉം 2ഉം കൂടെ വെട്ടിക്കളയാം. 2 വെട്ടിക്കളയുമ്പോൾ 7 വരും. 7 ബൈ റൂട്ട് 2 ഐ. എ പ്ലസ് ഐ ബി ഫോമിൽ വന്നില്ല. ഇമാജിനറി ഒരിക്കലും ഡിനോമിനേറ്ററിൽ വരരുത്. ഇവിടെ നോക്കാം, ഐ മാത്രമേ ഉള്ളൂ താഴെ. അതുകൊണ്ട് എളുപ്പമുണ്ട്. ഇതിന്റെ കോഞ്ചിയേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. ഇവിടെ നീ ഐ കളഞ്ഞാൽ പോരെ. ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ പൊക്കോളും. അല്ലെ കോഞ്ചിയേറ്റ് റൂട്ട് 2 ഐയുടെ കോഞ്ചിയേറ്റ് മൈനസ് റൂട്ട് 2 ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അതിന്റെ ആവശ്യമില്ല. ഐ മാത്രമേ ഉള്ളെങ്കിൽ, റിയൽ ഇല്ല, ഇമാജിനറി മാത്രമേ ഉള്ളെങ്കിൽ ഐ വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 7 ഇൻറ്റു ഐ ബൈ റൂട്ട് 2 ഐ ഇൻറ്റു ഐ. അപ്പോൾ നമുക്ക് 7i ബൈ റൂട്ട് 2 ഐയുടെ സ്ക്വയർ വരും. ഐ സ്ക്വയർ വന്നാൽ -1 വരും. അപ്പോൾ 7i ബൈ റൂട്ട് 2 ഇൻറ്റു -1, അതായത് 7i ബൈ മൈനസ് റൂട്ട് 2 വരും. മൈനസ് നമുക്ക് മേളിലില്ല. -7i ബൈ റൂട്ട് 2. അപ്പോൾ റിയൽ പാർട്ട് ഇല്ല, 0. -7i ബൈ റൂട്ട് 2. ഇവിടെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിയൽ പാർട്ട് നമ്മൾ 0 ഇടുന്നു. അപ്പോൾ റിയൽ പാർട്ട് 0യും ഇമാജിനറി പാർട്ട് -7 ബൈ റൂട്ട് 2ഉം കിട്ടും. ഇങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ ആദ്യം ഇത് സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും 7 ബൈ റൂട്ട് 2i. ഇനി നോക്കാം ഡിനോമിനേറ്ററിൽ നോക്കാം റൂട്ട് 2i. റിയൽ ഇല്ല, ഇമാജിനറി മാത്രമേ ഉള്ളൂ. ഇമാജിനറി മാത്രം വന്നാൽ ഈ ഡിനോമിനേറ്ററിൽ നിന്ന് ഐ കളയുക നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് a മൈനസ് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്, കോഞ്ചേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്, ഐ കളയാൻ വേണ്ടി. ഇവിടെ ഐ മാത്രമേ ഉള്ളെങ്കിൽ കളയാൻ എളുപ്പമാണ്. ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ ഐ സ്കോർ വരും. അവിടെ നിന്ന് ഐ പൊക്കോളും. മേളിൽ ഐ വന്നോട്ടെ, കാരണം എ പ്ലസ് ഐ ബി എന്നല്ലേ. എ പ്ലസ് ഐ ബി എന്ന് എഴുതുമ്പോൾ ഐ മേളിലാണ് വരേണ്ടത്, താഴെ അല്ല വരേണ്ടത്. അപ്പം അതിന് മേളിൽ വന്നാൽ കുഴപ്പമില്ല, താഴെ വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ കോഞ്ചേറ്റ് വെച്ച് ചെയ്യുന്നത്. അവിടെ ഐ മാത്രമേ ഉള്ളെങ്കിൽ ഐ വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ ഐ പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 പ്ലസ് റൂട്ട് 2i ബൈ 1 മൈനസ് റൂട്ട് 2i. ഇതിനെ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റാം. 5 പ്ലസ് റൂട്ട് 2i ബൈ 1 മൈനസ് റൂട്ട് 2i. നോക്കിക്കേ, ഡിവിഷൻ അല്ലേ. ഇസ് ഈക്വൽ ടു, ഇത് ഡിവിഷൻ ആണ്. ഡിവിഷൻ നമ്മൾ ചെയ്യുന്ന കോഞ്ചേറ്റ് വെച്ച് മൾട്ടിപ്ലൈ. ഇവിടെ നോക്കുക, ഡിനോമിനേറ്ററിൽ എയും ബിയും റിയലും ഇമാജിനറി ഉണ്ട്. റിയലും ഇമാജിനറി വരുമ്പോൾ കോഞ്ചേറ്റ് വെച്ച് ചെയ്താലേ ശരിയാവുള്ളൂ. ഇമാജിനറി മാത്രം വരുമ്പോഴാണ് നമ്മൾ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. റിയലും ഇമാജിനറി വരുമ്പോൾ കോഞ്ചേറ്റ് ആയ ആദ്യം 5 പ്ലസ് റൂട്ട് 2i ഇൻറ്റു 1 മൈനസ് റൂട്ട് 2iയുടെ കോഞ്ചേറ്റ് 1 പ്ലസ് റൂട്ട് 2i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 മൈനസ് റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i. ഇനി നമ്മൾ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യണം. ന്യൂമറേറ്ററിൽ സാധാരണ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വെച്ച് ഇതിനെ രണ്ടിനെ, ഓർക്കുന്നില്ല കഴിഞ്ഞ ക്ലാസ് ചെയ്തേ, 5 വെച്ച് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i. ഇനി അടുത്ത പ്ലസ് റൂട്ട് 2i വെച്ച് റൂട്ട് 2i വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 പ്ലസ് റൂട്ട് 2i. 5 വെച്ചും ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൂട്ട് 2i വെച്ചും ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബൈ ഡിനോമിനേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി എ മൈനസ് ബി വരുമ്പോൾ എ സ്ക്വയർ, അതായത് 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് 2i ഹോൾ സ്ക്വയർ. ന്യൂമറേറ്റർ ശ്രദ്ധിച്ച് സിംപ്ലിഫൈ ചെയ്യാം. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 1 5. 5 ഇൻറ്റു റൂട്ട് 2i 5 റൂട്ട് 2i. ഈ റൂട്ട് 2i വെച്ച് റൂട്ട് 2i ഇൻറ്റു 1, അപ്പം റൂട്ട് 2i 1 റൂട്ട് 2i വരും. ആ റൂട്ട് 2i എന്ന് എഴുതിയാലും മതി. പ്ലസ് റൂട്ട് 2i ഇൻറ്റു റൂട്ട് 2i, റൂട്ട് 2iയുടെ സ്ക്വയർ. റൂട്ട് 2ന്റെ സ്ക്വയർ എടുക്കണം, ഐയുടെയും സ്ക്വയർ എടുക്കണം. റൂട്ട് 2i ഹോൾ സ്ക്വയർ വരും. ബൈ 1ന്റെ സ്ക്വയർ 1 മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ നമുക്കറിയാം. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ഇൻറ്റു ഐ സ്ക്വയർ വരും. 2 ഇൻറ്റു ഐ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ്, നോക്കുക ഇവിടെ 5 റൂട്ട് 2i ഉണ്ട്, ഇവിടെ 1 റൂട്ട് 2i ഉണ്ട്. 1 എഴുതിയിട്ടില്ല, എഴുതിയാൽ നല്ലതാ. 5 റൂട്ട് 2iയും 1 റൂട്ട് 2iയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 വരും. 6 റൂട്ട് 2i വരും. 5 റൂട്ട് 2ഉം റൂട്ട് 2iയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 റൂട്ട് 2i വരും. പ്ലസ് റൂട്ട് 2ന്റെ സ്ക്വയർ 2, ഐ സ്ക്വയർ മൈനസ് 1. റൂട്ട് 2ന്റെ ഐയുടെയും സ്ക്വയർ എടുക്കണം. റൂട്ട് 2ന്റെ 2, ഐയുടേത് 1 മൈനസ് 1. ബൈ ഇവിടെ അതുപോലെ തന്നെ 1 മൈനസ് 2 ഇൻറ്റു മൈനസ് 1, ഐയുടെ സ്ക്വയർ മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 6 റൂട്ട് 2i. മൈനസ് 2 വരും. 2 ഇൻറ്റു മൈനസ് 5 മൈനസ് 2 വരും. ബൈ 1 പ്ലസ് 2 വരും. 1 പ്ലസ് 2 ഇൻറ്റു മൈനസ് മൈനസ് നടക്കൊണ്ട് 1 പ്ലസ് 2 വരും, അതായത് 5 മൈനസ് 2. 5 മൈനസ് 2 വരും, 3 വരും. 6 റൂട്ട് 2 ബൈ 3.
സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം 3/3 പ്ലസ് ഐ എന്ത് 6√2i അല്ലേ, 6√2i/3. 3/3 എന്ന് വെച്ചാൽ 1 വരും, പ്ലസ് 3യും 6 വരുമ്പോൾ 2√2i വരും. 2√2i. റിയൽ പാർട്ട് 1, ഇമാജിനറി പാർട്ട് 2. റിയൽ പാർട്ട് 1, ഇമാജിനറി പാർട്ട് 2√2. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ. z equal to 1 minus i into 4 minus i divided by 2 plus i into 3 minus 2i. ഇത് a plus ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ മിക്സഡ് നോക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവിഷനാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഡിവിഷൻ്റെ റൂൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. ന്യൂമറേറ്ററിലും പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്നു, ഡിനോമിനേറ്ററിലും പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്നു. അതാദ്യം സിംപ്ലിഫൈ ചെയ്ത് ന്യൂമറേറ്ററും റിയൽ ഇമാജിനറി ആയിട്ട് എഴുതണം, ഡിനോമിനേറ്ററും റിയൽ ഇമാജിനറി ആക്കി. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ കോഞ്ചേറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ എടുത്താൽ കോഞ്ചേറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം നമ്മൾ ഇത് പ്രോഡക്റ്റ് എടുക്കുക, ഡിനോമിനേറ്ററും പ്രോഡക്റ്റ് എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റർ 1 minus i യും 4 minus i യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 1 into 4 minus i minus i into 4 minus i ന്യൂമറേറ്റർ. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ എഴുതുക. ഡിനോമിനേറ്ററും പ്രോഡക്റ്റ് അല്ലേ എടുക്കുന്നത്, പ്രോഡക്റ്റ് എടുക്കുക. 2 into 3 minus 2i plus i into 3 minus 2i. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 4 minus i വരുമ്പോൾ 4 minus i വരും. മൈനസ് i into 4 എന്ന് മൈനസ് 4i വരും. മൈനസ് i into മൈനസ് i വരും. മൈനസ് i into മൈനസ് വരും, പ്ലസ് i സ്ക്വയർ വരും. ബൈ ഇവിടെ അതുപോലെ 2 into 3 6, 2 into minus 2i minus 4i വരും. ഇനി i into 3 3i plus i into minus 2i minus 2i square വരും. minus 2i square വരും. ഇനി സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 minus i minus 4i minus 1i minus 4i minus 5i വരും. ഇനി പ്ലസ് i സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് 1 ഡിവൈഡ് ബൈ താഴെ അതുപോലെ 6 ഉണ്ട്, മൈനസ് 4i പ്ലസ് 3i മൈനസ് 4i പ്ലസ് 3i എന്ന് വെച്ചാൽ മൈനസ് i മൈനസ് 2 ഇൻറ്റു i സ്ക്വയർ മൈനസ് 1. ഇനി 4ഉം മൈനസ് 1ഉം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് 4 മൈനസ് 1 3 വരും, മൈനസ് 5i വരും, ഡിവൈഡഡ് ബൈ 6 മൈനസ് i പ്ലസ് 2 വരും. മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 വരും. 6 പ്ലസ് 2 വരുമ്പോൾ 8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 5i ഡിവൈഡഡ് ബൈ 8 മൈനസ് i വരും. 8 മൈനസ് i. ഇതിപ്പോൾ ഡിവിഷനായി, സാധാരണ ഡിവിഷനായി. ഇനി വേണം ഡിവിഷൻ്റെ റൂൾ വെച്ച് ചെയ്യാൻ. ഇപ്പം 3 മൈനസ് 5iയെ 8 മൈനസ് i വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ കോംപ്ലക്സ് നമ്പേഴ്സായി. ഇനി നിങ്ങൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഡിവൈഡ് ചെയ്യണമെങ്കിൽ 8 മൈനസ് i ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ കോൺജുഗേറ്റ് ആയ 8 പ്ലസ് i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 3 മൈനസ് 5i ഇൻറ്റു 8 പ്ലസ് i ബൈ 8 മൈനസ് i ഇൻറ്റു 8 പ്ലസ് i. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ രണ്ടിടത്തും പ്രോഡക്റ്റ് എടുത്ത് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കണം. സാധാരണ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് മേളിലും താഴെയും വരണം. അത് വന്നതിന് ശേഷമേ ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ശ്രദ്ധിച്ച് ചെയ്തോണേ. ഇനി നിങ്ങൾ ഇവിടെ ഇനി മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പോൾ 3 മൈനസ് 5i ഇൻറ്റു 8 പ്ലസ് i എക്സ്പാൻഡ് ചെയ്യുക. അപ്പം 3 ഇൻറ്റു 8 പ്ലസ് i മൈനസ് 5i ഇൻറ്റു 8 പ്ലസ് i ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എളുപ്പമാണ്, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി അല്ലേ, a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. a സ്ക്വയർ 8 സ്ക്വയർ വരും, മൈനസ് b സ്ക്വയർ i സ്ക്വയർ വരും. ഇനി എക്സ്പാൻഡ് ചെയ്യുക. 3 ഇൻറ്റു 8 24, 3 ഇൻറ്റു i പ്ലസ് 3i. ഇനി മൈനസ് 5i ഇൻറ്റു 8 മൈനസ് 40i മൈനസ് 5i ഇൻറ്റു i മൈനസ് 5i സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 സ്ക്വയർ 64 മൈനസ് i സ്ക്വയർ മൈനസ് 1. 8 സ്ക്വയർ 64 minus i square minus 1. That is equal to 24 minus 3i plus 3i minus 40i plus 3i minus 40i plus 3i minus 40i എന്ന് പറഞ്ഞാൽ minus
37i. Minus 5 into I score എന്ന് വെച്ചാൽ minus 1. I score means minus 1 divided by 64 plus 5. അതായത് 24 minus 37i minus 5 into minus 1 plus 5 by 64 plus 5 69. ഈ 24 plus 5 ഉണ്ട്. 24 plus 5 വരുമ്പോഴത്തേക്കും ഒരു മിസ്റ്റേക്ക് വന്നത് 64 minus minus 1 64 plus 1 അല്ലായിരുന്നു. 64 minus minus 1 അല്ലായിരുന്നു. അപ്പോൾ 64 plus 1 വരും. 64 plus 1 വരുമ്പോഴത്തേക്കും 65 വരും. That is equal to 24 plus 5. 24 plus 5 വരുമ്പോൾ 29 minus 37i by 65. 29 minus 37i by 65 എന്ന് വരും. സ്പ്ലിറ്റ് ചെയ്തില്ല. 29 by 65 minus 37i by 65. റിയൽ പാർട്ട് 29 by 65, ഇമാജിനറി പാർട്ട് minus 37 by 65. ഇങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. മൈനസും പ്ലസും ഒക്കെ ഉണ്ട്. അത് വളരെയധികം കെയർഫുൾ ആയിട്ട് ചെയ്യുക. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ക്ലിയർ ആയില്ലോ എല്ലാവർക്കും? ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്താം. താങ്ക് യു.